എമ്പുരാന്റെ സംവിധായകൻ പൃഥ്വിരാജിനെതിരെ കടുത്ത വിമർശനവുമായി വീണ്ടും RSS മുഖപത്രം ഓർഗനൈസർ. പൃഥ്വിരാജിന് ദേശവിരുദ്ധരുടെ ശബ്ദമെന്ന് ഓർഗനൈസർ ആരോപിച്ചു. CAA-ക്കെതിരെ പൃഥ്വിരാജ് നിലപാട് സ്വീകരിച്ചുവെന്നും സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിന്റെ ഭാഗമായെന്നും RSS മുഖപത്രം കുറ്റപ്പെടുത്തുന്നുണ്ട്. ബി ബാലഗോപാൽ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായിട്ട്. ബാലഗോപാൽ, ഇന്നലെ ഉച്ചയ്ക്ക് 1:30 പിന്നീട് 3 മണിക്ക് അങ്ങനെ 2 ലേഖനങ്ങളാണ് ഓർഗനൈസറിൽ എമ്പുരാനുമായി ബന്ധപ്പെട്ട് വന്നത്. ഇന്ന് അടുത്ത ലേഖനം. അതിൽ അതിരൂക്ഷ ഭാഷയിലാണ് പൃഥ്വിരാജ് കഴിഞ്ഞ കാലങ്ങളിൽ എടുത്ത രാഷ്ട്രീയ നിലപാടുകളൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ടുള്ള വിമർശനമാണ്. അതായത് വളരെ ഇപ്പോൾ മോഹൻലാലിന്റെ ഖേദപ്രകടനം വന്നതിന് ശേഷവും ഈ സിനിമയുണ്ടാക്കിയ വിവാദത്തിൽ നിന്ന് തങ്ങളുടെ കടുത്ത നിലപാടിൽ നിന്ന് RSS പിന്നോട്ട് പോകുന്നില്ല എന്നുകൂടിയാണോ ഈ ഓർഗനൈസർ ലേഖനം വ്യക്തമാക്കുന്നത്? ദിവിഷ് പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ വൈകിട്ട് ഉച്ചയ്ക്ക് ശേഷം 2 ലേഖനങ്ങളാണ് ഓർഗനൈസറിൽ വന്നതെങ്കിൽ മോഹൻലാലിന്റെ ഖേദപ്രകടനത്തിനും ഈ വിവാദം കെട്ടടങ്ങുമെന്ന് കരുതിയതിനു ശേഷവും ഇന്നലെ രാത്രിയാണ് ഓർഗനൈസറുടെ ഏറ്റവും പുതിയ ലേഖനം ഇതുമായി ബന്ധപ്പെട്ട് വന്നത്. അതിലാണ് പൃഥ്വിരാജിനെതിരെ അതിനിശ്ചിതമായ വിമർശനം ആ ലേഖനത്തിൽ ഉള്ളത്. ഈ പൃഥ്വിരാജിന് രാജ്യവിരുദ്ധ ശക്തികളുടെ ശബ്ദമാണ് എന്നാണ് ഇതിൽ പറയുന്നത്. അതായത് കേന്ദ്ര സർക്കാരിനും സനാതന ധർമ്മത്തിനുമെതിരാണ് പൃഥ്വിരാജ് എന്നാണ് ഈ ഓർഗനൈസറിന്റെ ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. രാജ്യവിരുദ്ധരുടെ ഈ ശബ്ദമാണ് പൃഥ്വിരാജിലൂടെ പുറത്തു വരുന്നത്. അതിന് ഉദാഹരണമായി പറയുന്നത് സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിന് വേണ്ടി സംസാരിച്ച പ്രമുഖ വ്യക്തികളിൽ ഒരാളാണ് പൃഥ്വിരാജ് എന്നതാണ്. ലക്ഷദ്വീപിന്റെ വികസനത്തിനായി കേന്ദ്ര സർക്കാർ സ്വീകരിച്ച പുരോഗമനപരമായ നിലപാടുകൾക്ക് വർഗീയ നിറം ഈ പൃഥ്വിരാജ് നൽകിയെന്നാണ് ഈ ഓർഗനൈസറിന്റെ ലേഖനത്തിൽ പറയുന്നത്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ അദ്ദേഹം സംസാരിച്ചു. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സമരം ചെയ്യുന്ന ദില്ലിയിലെ ജാമിയ മില്ലിയ സർവകലാശാലയിലെ വിദ്യാർത്ഥികളെ അദ്ദേഹം പിന്തുണച്ചു എന്നാണ് ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ പ്രത്യേകമായി പറയുന്നത് ഈ സമരത്തിന്റെ സമയത്ത്, അതായത് CAA സമരത്തിന്റെ സമയത്ത് ഡൽഹിയിലെ ജാമിയ മില്ലിയ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ, സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ ചിത്രം ഈ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഉണരുക, വിപ്ലവം എല്ലായ്പ്പോഴും നമ്മളിൽ നിന്നാണ് ഉയർക്കുന്നതെന്ന സന്ദേശമാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തതെന്നാണ് ഇതിൽ പറയുന്നത്. ഈ സമരത്തിന് CAA സമരത്തിന് പിന്തുണ നൽകുക വഴി പൃഥ്വിരാജ് തന്റെ ഇന്ത്യ വിരുദ്ധ നിലപാടുകളാണ് ഒന്ന് തുടരുക.